ഇന്ന് നമുക്ക് നല്ല ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ചെറിയ ജീരകം വേണം, പെരുംജീരകം, വറ്റൽമുളക്, കുരുമുളക്, പിന്നെ മല്ലി. ഇത്രയും സാധനങ്ങൾ നമ്മൾ നന്നായിട്ടൊന്ന് ചെറിയ ചൂടിൽ വെച്ച് ഒന്ന് വറുത്തെടുക്കുക. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം, എന്നാലേ നമുക്ക് അതിന് ആ ഒരു കളറൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം ഈ ഒരു മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇതിന്. അത് വറുത്തതിന് ശേഷം ചൂടാറി കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, സവാള അരിഞ്ഞ് വെച്ചേക്കുന്നതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി വഴറ്റി വരുമ്പോഴത്തേക്കിന് അതിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കുക. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ ഇരുന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതേ നമ്മൾ വീണ്ടും ഒന്ന് തുറന്നു നോക്കി വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയത്താണ് കേട്ടോ നമ്മൾ മൂപ്പിച്ച് പൊടിച്ച് വെച്ചേക്കുന്ന മസാലപ്പൊടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ സവാളയ്ക്കൊപ്പം ഇതിട്ട് വഴറ്റേണ്ട കാര്യമില്ല, കാരണം ഇത് ഓൾറെഡി മൂപ്പിച്ച് വെച്ചേക്കുന്ന ആയതുകൊണ്ടാണ്. അപ്പം ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുത്തു. അതൊന്ന് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് ഈ ചേർത്ത് കൊടുത്ത മസാല എല്ലാം ചിക്കനിലോട്ടൊന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു 20-25 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കുകയാണ്. അങ്ങനെ വേണ്ട നമ്മളുടെ അടിപൊളി സ്പൈസി പെപ്പർ ചിക്കൻ വേണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള കുറച്ച് ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും കൂടെയാണ്. വേറെ മസാല നമ്മൾ ഇതിൻ്റെ അകത്ത് ഒന്നും ചേർക്കുന്നില്ല, ചിക്കൻ മസാലയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് കുറച്ചുകൂടി ഒരു മണത്തിനും രുചിക്കും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗരം മസാലയും കൂടെ ലാസ്റ്റിലൊന്ന് ചേർത്ത് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നേടെ നമ്മളുടെ സെർവിങ് പ്ലേറ്റിലോട്ട് ഇതൊന്ന് മാറ്റുകയാണ്. നല്ല ഹോട്ട് ആൻഡ് സ്പൈസി പെപ്പർ ചിക്കനാണ് കേട്ടോ റെഡി ആയിട്ടുള്ളത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതിൻ്റെ അകത്ത് കൂടുതൽ മസാലയുടെ ഒന്നും ആവശ്യമില്ല. എരിക്കനുസരിച്ച് നമുക്ക് കുരുമുളകോ വറ്റൽമുളകോ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. പിന്നെ ഇത് നല്ല ഡ്രൈ ആയിട്ട് പെപ്പർ ചിക്കൻ വേണ്ടവർക്ക് ഗ്രേവിയൊക്കെ കുറച്ച് ഡ്രൈ ആക്കി എടുക്കുകയും ചെയ്യാം. ഞങ്ങൾക്കിവിടെ ഇങ്ങനെ കുറച്ച് ഗ്രേവിയൊക്കെ വേണ്ടതുകൊണ്ട് ഇങ്ങനൊരു റോസ്റ്റ് പരുവത്തിലാണ് കേട്ടോ എടുത്തത്. എന്നാൽ പിന്നെ ഇതായിട്ട് ഇനി ഒട്ടും കുറയ്ക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്ന് അലങ്കാരപ്പണികൾക്ക് വേണ്ടിയിട്ട് തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞ് മുകളിലൊന്ന് നിരത്തിയിട്ടുണ്ട്. പിന്നെ അതെൻ്റെ സ്കൂളിൽ പോകാൻ റെഡിയായി നിന്ന ആൾക്കാർക്ക് പെപ്പർ ചിക്കൻ്റെ മണം അടിച്ചപ്പോഴത്തേക്കും ഇനി ടേസ്റ്റ് നോക്കാതെ സ്കൂളിൽ പോകാതിരിക്കാനും വയ്യ. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്